ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടെ പോവാണ്? നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. നമുക്ക് ഈ ആഴ്ചത്തെ പർച്ചേസിന് വേണ്ടി പോകണതാണ്. സാധാരണ ജാസൻ രാവിലെ രാവിലെ എന്താ സാറ്റർഡേയ്സ് മോർണിംഗ് നമ്മൾ പോവില്ല. ജാസൻ രാവിലെ മാർക്കറ്റിൽ പോയി ഏർലി മോർണിംഗ് പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വരും. വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് വരാനാണ് പതിവ്. ഇന്ന് ജാസൻ പോയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർത്തു നമ്മളൊരു എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് ആവുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ 3 പേര് ഒരുമിച്ച് പോവുകയാണ്. നമുക്കിപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ല, കുറച്ച് സാധനങ്ങളാണ് മേടിക്കാറുള്ളത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പാലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ മുതൽ സേവിന് പാല് കുടിക്കാൻ വളരെ മോഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിവിടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ കാണിച്ചു തരാം കണ്ടോ. ഇതാണ് വാഗഡൂഗു, ഔട്ട് സൈഡ് ഓഫ് വാഗഡൂഗു. എനിക്ക് പുറത്തിറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇച്ചിരി ഓക്വേർഡാണ്. കാരണം എല്ലാവരും ഇങ്ങനെ നോക്കും നമ്മളെ ചൂണ്ടുപോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കാറിലൊക്കെ ഇരുന്ന് കാണാനുള്ളൊരു നിവൃത്തിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളൂ. എന്തെങ്കിലും എനിക്ക് അത്രയൊക്കെ ധൈര്യം വരികയാണെങ്കിൽ ഞാനിങ്ങനെ ഇതിൽ കൂടെ നടക്കണ സമയത്ത് കാണിച്ചിട്ടാ. പാല് മേടിച്ച് തരാൻ സെയ്യുന് രാവിലെ മുതൽ പാൽ ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട്. നമുക്കിവിടെ പശുവിൻ പാല് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ നമ്മൾ എപ്പോഴും ബോട്ടിൽ മിൽക്കാണ് മേടിക്കാറ്. ഇവിടുത്തെ സിഗ്നൽ വന്നു എത്തിയിട്ടില്ല. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. യാസിനിവിടെ യാസിന് പുച്ഛാണ്. യാസിനിവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ വാഗഡൂഗുവിന്റെ പുറത്തെ കണ്ടോ യാസിന് പുച്ഛത്തിന്റെ പുച്ഛം കണ്ടോ. ആഫ്രിക്കൻസ് വരും. ഇപ്പോൾ അവർ വീഡിയോ എടുക്കണ്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചീത്ത പറയും. കണ്ടോ ഇത് എഴുതിക്കട ചേച്ചിമാരൊക്കെ ഇങ്ങനെയാണ് പോണത്. കണ്ടോ ബാക്കിൽ കൊച്ചിനെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ നടപ്പാത എല്ലാം ഉണ്ട്. കണ്ടോ ഇതിൽ കൂടെ വഴിയോര കച്ചവടം. ഇങ്ങനെയായിരിക്കും ഇവർ കച്ചവടം ചെയ്യുന്നത്. എല്ലാം ചെയ്യുമതുപോലെ തുണി അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് ഇവര്. പിന്നെ ഷോപ്സ് ഉണ്ട്, ഇങ്ങനെ ചെറിയ ഷോപ്സ്, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. കണ്ടോ ഇങ്ങനെ കാണിക്കാനാണ് നിവർത്തിയുള്ളൂ. ഞാനധികം അണിഞ്ഞൊരുക്കിയിട്ടൊന്നുമില്ല. ഇതെൻ്റെ ലോക്കൽ ലുക്കാണ്. അല്ല എപ്പോഴും അണിഞ്ഞൊരുക്കിയാലേ ഉള്ളൂ കേട്ടോ. സെയ്യ് ഇപ്പം എൻ്റെ മടി കിടക്കുകയാണ്. സെയ്യിന് കറി അപ്പം ദാഹായി കിടക്കലായി ഇതായി അങ്ങനെയായി ഇങ്ങനെയായി. പിന്നെ ഇവിടുത്തെ ഒരു പള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ചിക്കൻ മേടിക്കാനാണ്. ഫസ്റ്റ് നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ മേടിക്കുക എന്നുള്ളതാണ്. ഞാൻ പള്ളി കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ സാറേ. ഇപ്പോൾ വരും കേട്ടോ പള്ളി. ഇതൊരു ചർച്ചാണ്. കണ്ട ഞാൻ ഇത്തിരി സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. പള്ളി ആവുന്നേ ഉള്ളൂ. അവിടെ ഒരു കുരിശ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയുമോ നിങ്ങൾക്ക്? എനിക്കറിയില്ല, എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ പള്ളി. കണ്ടോ ഒരു കുരിശ് കാണുന്നുണ്ടോ നിങ്ങൾ? ദ ക്രോസ് കണ്ടോ ഇതാണ് ഇവിടുത്തെ പള്ളി. പക്ഷെ ഇവിടെയൊക്കെ ഫ്രഞ്ചാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ പോകാറൊന്നുമില്ല. കണ്ടോ ഇതിൻ്റെ അടുത്ത് കണ്ടോ കുറേ മാതാവിൻ്റെ രൂപങ്ങളും അങ്ങനെയൊക്കെ കണ്ടോ. മിണ്ടാണ്ടിരിക്കും, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കണ്ടോ മാതാവിൻ്റെയൊക്കെ സ്റ്റാച്യൂസ് ഇരിക്കുന്നുണ്ടോ. പിന്നെ തുണിയുണ്ട്. ആ തുണിക്കൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയിലൊക്കെ ഇങ്ങനെ ഓരോ പ്രിൻ്റ് ഉണ്ടാവും. മാതാവിൻ്റെ പ്രിൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ജീസസിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരവിടെ തന്നെ ഇട്ടത് കച്ചവടം ചെയ്യുന്നത്. ഇതൊക്കെ ആഫ്രിക്കൻസ് ആട്ടോ. ദേ ആർ വെരി സ്ട്രോങ് വുമൻസ്. മിണ്ടാണ്ടിരിക്കും, ഡിസ്റ്റർബ് ചെയ്യല്ലേ. കണ്ടോ നമ്മളിവിടെയാണ് ചിക്കൻ മേടിക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ മേടിക്കാനുള്ള കട എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലായതുകൊണ്ട് കുറച്ച് ഷേക്ക് ഉണ്ടാവും കേട്ടോ. കണ്ടോ ഇടയിലൊക്കെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ കണ്ടോ ഫ്രൂട്ട്സ്. ഇവരിങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് വെക്കും. നമ്മൾ ചിക്കൻ മേടിക്കുന്ന കട എത്തിയോ ചാച്ചാ? ഇതാണ് നമ്മൾ ചിക്കൻ മേടിക്കുന്ന കടയുടെ പേരെന്തായിരുന്നു? ഫാസോ പുല്ലറ്റ് എന്നല്ലേ ചാച്ചാ?
പുലെറ്റ് എന്നില്ല കേട്ടോ, പുലെറ്റ് എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ അത് പുലെ അത്രേ അറിയുള്ളൂ. ഇവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ ഒരു കണക്കാണ്. നമുക്കറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് പറയാം. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ മാർക്കറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇടയ്ക്ക് വെയിറ്റ് ഒരു സെക്കൻഡ്. ആ പാലിൻ്റെ സൗണ്ട് കുറച്ച് നല്ലായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാ കച്ചവടങ്ങളും. അതായത് മാർക്കറ്റ്, ചന്ത എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും. കണ്ടോ, എല്ലാം വഴിയിൽ വെച്ച്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഈ തണ്ണിമത്തൻ, ഓറഞ്ച്, പിന്നെ പൊട്ടറ്റോ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് വെജിറ്റബിൾസിൻ്റെ ഒരു ഇതൊന്നും ഇല്ല ഇവിടെ. അതായത് പാട്ടിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ട്. ഞാനിത് എഡിറ്റിങ്ങിൽ ശരിയാക്കാൻ നോക്കാം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ മെയിനായിട്ട് പിന്നെ കാണിച്ചു തരാനുള്ളത് ഈ പിള്ളേരെ പുറകെ വെച്ചിട്ടായിരിക്കും ഇവിടുത്തെ എല്ലാ ലേഡീസും വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് അവരത് കവർ ചെയ്യും. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കാനെടുത്ത വീഡിയോയിൽ അത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചിട്ട് ഇവിടെ നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ ഇവരിങ്ങനെ ഫോണുകൊണ്ട് എനിക്കൊന്നും എടുക്കാനൊന്ന് പറ്റണില്ല. ചിക്കൻ മേടിക്കാൻ ഞങ്ങൾ പോയില്ല, ഭയങ്കര നല്ല വെയിലാണ്. ഗ്യാസിനിപ്പോൾ മേടിച്ച് നന്നാക്കിക്കൊണ്ട് വരും. ഞങ്ങളിപ്പോൾ ഇവിടെ വണ്ടി നിർത്തി. ഇതാണ് സെയ്ദൻ ബേസിൽ, മൈ ബേബി സൺ. യു വാണ്ട് ടു സേ സംതിങ്? സെയ്ദ് പിന്നെ ഭയങ്കര ഗോഷ്ടി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യേണ്ട വീഡിയോസ് ഒന്നും എടുക്കാറില്ല. എന്തോ എനിക്ക് മേടിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ഇതിലെല്ലാം ഒന്നും മേടിക്കില്ല. എല്ലാം ഒരു സ്ഥലത്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. വെജിറ്റബിൾസ് ഇപ്പം ഞാൻ എഴുതിയേക്കണം എല്ലാം തന്നെ കിട്ടും ഇവിടുന്ന്. പക്ഷെ നമ്മളെല്ലാം മേടിക്കില്ല. നമുക്കിനി സാറ്റർഡേയും സൺഡേയും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ചിക്കൻ മേടിക്കുന്നത് ചിക്കൻ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാലവേല നിരോധനമൊന്നുമില്ല. പിള്ളേർ നമ്മളിപ്പോൾ വഴിയിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മളെ പൊതിയും. ഇത്രയും പിള്ളേർ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മേടിക്കും. പൈസ ഉണ്ടോ എന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ. പിന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് പിള്ളേരും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവരൊക്കെ പോകുന്നുണ്ടോ? ഇതാണ് Okay, we are playing the spy game. I spy a pumpkin. This one. I spy Now it's my turn. I spy a ghost. A bulb. Bulb? Yes. Where's the bulb? This Here. Wow. This is a cover. Kanno Sanji. Vidu, Amma. I spy a donut. Donut. Okay, here. I spy a Now it's my turn. I spy a ghost. I spy a ball. Ball. ഇത് അങ്കിൾ ജോൺ തന്ന കവറാണ്. ജോൺ ആൻഡ്രേസ് കവറാണ്. നമുക്ക് കവറാണ്. പക്ഷെ നമ്മൾ അങ്കിൾ ജോണിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളിത് സൂക്ഷിച്ചു വെക്കും. ലൈക്ക് വി ആർ യൂസിങ് ഇറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നു. തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമ്മളിത് കൊണ്ടുപോകും. പുറപ്പ് കൊണ്ടൊക്കെ പോകണ ആൾക്കാർ. നമ്മളിവിടെ നല്ല തേങ്ങ മേടിക്കുന്നത്. ചെരുപ്പുണ്ട്. ഇതൊക്കെ ചെരുപ്പിന്റെ കച്ചവടം ഉണ്ടെന്ന് തോന്നുന്നു. ഇയാളുടെ ആണോ അറിയില്ല. ഐടെൽ എന്താ ഇവിടുത്തെ? ഐടെൽ ഇവിടുത്തെ ഇതാണ്. ഏത് ഇവിടുത്തെ മൊബൈൽ ഫോണാണോ? കണ്ടോ, ആശീഷ് കൊച്ചിനെ കൊണ്ട് പോകണോ? 6
ശ്രീയപ്പോഴങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പപ്പാന്ന് വിളിക്കണം. പപ്പാന്ന് വിളിക്കണം. ഇതാണ് ഇവിടുത്തെ മെയിൻ. എങ്ങോട്ട് പോകണോ എവിടെന്നറിയോ? കൊണ്ടുപോകണോടാ ബോബോ ഡിയാലാസോ, ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റിനൊക്കെ പോകുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ റോഡുകൾ, ഇതാണ് ഇവിടുത്തെ കടകൾ. ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ. വെള്ളം ഞാനിപ്പോൾ എടുത്തില്ലായിരുന്നു, കുടിക്കണമെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നത് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ കേട്ടോ, നമ്മുടെ മെമ്മറീസിന് വേണ്ടിയിട്ട്. എവിടെ അപ്ലോഡ് ചെയ്യാൻ? യൂട്യൂബ് പബ്ലിക്കായിട്ട് ഇടിക്കാൻ വൈറലാവണം എന്നിട്ട് കണ്ടത്. ഇവിടെ ഇഷ്ടംപോലെ ഷൂസൊക്കെ ഉണ്ട്, സ്ലിപ്പുകൾ, ഹെൽമെറ്റ്, കണ്ണാടി, ടർക്കി. ഇതെന്തോ യൂണിവേഴ്സിറ്റി കേട്ടോ, കണ്ടോ? യൂണിവേഴ്സിറ്റി എഴുതി വെച്ചേക്കണം. ഫ്രണ്ട്സിനാണ് എഴുതി വെച്ചേക്കുന്നത്. പൈനാപ്പിള്, ഏത്തപ്പഴം. പിന്നെന്തുവാ, ഇന്നിപ്പോൾ നമ്മളൊരു പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട്. ട്രക്കൊക്കെ കിടക്കണം കേട്ടോ. ഇറങ്ങി നടക്കുക എന്നുള്ളതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും നമ്മളിപ്പോൾ പോകുന്ന ബോൺ സമറിട്ടൺ എന്ന് പറയുന്ന ഇച്ചിരി വെയിലത്ത് കണ്ട ബിൽഡിങ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളർ കണ്ടോ? കളർ അതിങ്ങനെ കളറടിച്ച് വെച്ചേക്കണില്ല, അതെല്ലാം പൊടിയാണ്. പൊടി വിറകുണ്ടാക്കണുണ്ടോ അവര്? പിന്നെ ഇപ്പം എന്താ കാണിച്ചുതരാം, കണ്ടോ? ഇലയുടെ ഒക്കെ കളർ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഈ കളർ പെയിൻ്റ് അടിക്കുള്ളൂ. കണ്ടോ? അവിടെ ഇത്ര സ്പീഡിൽ പോകണോണ്ട് നമുക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ. കണ്ടോ മണ്ണ് കണ്ടോ? സിഗ്നൽ കണ്ടോ? ഇവിടെ മുട്ടിന് സിഗ്നൽ കേട്ടോ. ടൂ വീലറിന് ആ വഴി കണ്ടോ? ആ വഴി ടൂ വീലറിനുള്ള വഴിയാണ്. എന്ന് ചോദിച്ചാൽ ഇവിടെ ടൂ വീലർ മാത്രമാണ് പോകുള്ളൂ, പക്ഷേ ഇതിൽ കൂടെ ടൂ വീലറിന് പോകാം. ഇപ്പം ടൂ വീലറുകാർക്ക് ഒരു സിഗ്നൽ, ഇവർക്കൊരു കണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് വഴിയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ നമ്മൾ സിഗ്നലിലൊക്കെ നിർത്തിയിടുമ്പോൾ അവർ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് ടവല്, ടിഷ്യൂ പേപ്പർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഭയങ്കര വെയിലില്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ മാത്രം ഒന്ന് ഒരു സാധനം ഇടാൻ വേണ്ടിയിട്ട് അത് മേടിക്കുകയാണ് ജാഷൻ. ഇപ്പോൾ ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. 6000 ഇവിടെ വെസ്റ്റ് ആഫ്രിക്കൻ സീഫയാണ്, അതിനാണ് മേടിക്കുന്നത്. അപ്പോൾ ആ സാധനം മേടിച്ച് അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് തരികയാണ്. ഇപ്പോൾ സേവിൻ്റെ ഉള്ളിലുള്ള പൈസ എടുക്കുവാണ്. ഷോപ്പിലെത്തി മതി. നമ്മളിപ്പോൾ ഷോപ്പിലെത്തി ക്യാഷ് മേടിക്കാൻ പോകണം. ഞങ്ങൾ മുകളിലേക്ക് ഇതാക്കാൻ പോവാണ്. ആ സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ക്യാഷ് അത് മാറ്റി പുതിയതെടുത്തു. നമ്മൾ മേളിൽ ഹോട്ട് ബാഗ് എടുക്കാൻ പോവാണ്. ഹോട്ട് ബാഗ് ഉണ്ടോയെന്ന് നോക്കാൻ പോവാണ്. ആ അടി അതല്ലടി ഞാൻ ഇന്നലെ പറഞ്ഞത്.